വിശ്വനാഥൻ. സതിച്ചേച്ചിയുടെ ഭർത്താവ് വിശ്വനാഥൻ. നിനക്ക് എന്ത് പറ്റി സുഗുണ? വിശ്വനാഥൻ ചേട്ടൻ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. വെള്ളം ജലമാണ്, ജലം ലായനിയാണ്. സമുദ്രത്തിൽ ജലം, കടലിലും ജലം, കായലിലും തോട്ടിലും ജലം. ജലം. നിനക്ക് എന്തു പറ്റി? കവിതയാണ് സാറേ, കവിത. ഞാനിപ്പോ ഭയങ്കരനായ കവിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കവിത വന്നു കളയും. കവിതയായിരുന്നോ? ഞാൻ കരുതി നീ കരയുന്നതായിരിക്കും. അയ്യോ അല്ല, കരഞ്ഞല്ല. കരച്ചിലിനെ കുറിച്ച് വേറെ കവിതയുണ്ട്. ദാണ്ട ഇങ്ങനെ: മനുഷ്യൻ കരയുന്നു, കരയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരും. വെള്ളം ജലമാണ്, ജലമൊരു ലായനിയാണ്. സമുദ്രത്തിൽ ജലം, നദിയിൽ ജലം, കായലിലും കടലിലും ജലം. കണ്ട, കണ്ണീരിനെ കുറിച്ച് ഇത്ര സൂപ്പറായിട്ട് ആരും കവിതയൊന്നും എഴുതിയിട്ടില്ല. ഓ അങ്ങനെ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഈ അളിയാളെ കുറിച്ച് ഞാനൊരു കവിത ചൊല്ലിക്കേ. അപ്പൊ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ സംഗതി? ഞാൻ പാടാം, എന്നെ കുറിച്ച് തന്നെ പാടാം. ഞാൻ സുഗുണൻ, ഞാൻ അധ്വാനിക്കും, ഞാൻ ചെടികൾക്കു വെള്ളമൊഴിക്കും. വെള്ളം ജലമാണ്, ജലമൊരു ലായനി. മനസ്സിലായി, ഇപ്പം മനസ്സിലായി. അപ്പൊ ആകെ ഈ ജലത്തിനെ കുറിച്ച് മാത്രം 4 വരി അറിയാല്ലേ? അത് വെച്ച് ഏതിനോടൊപ്പം ഫിറ്റ് ചെയ്ത് കവിത ഉണ്ടാക്കുക. പോ മെനക്കെടുത്താതെ പോ. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നുമില്ല. ദാണ്ട ഈ റോഡിനെ കുറിച്ച് ഇപ്പൊ ഒരു കവിത നോക്കിക്കോണേ. റോഡ്, ആളുകൾ സഞ്ചരിക്കുന്ന റോഡ്. മഴ പെയ്താൽ റോഡിലെ ഗട്ടറുകളിൽ വെള്ളം കെട്ടും. വെള്ളം ജലമാണ്, ജലം ലായനിയാണ്. സമുദ്രത്തിൽ ജലം, കായലിലും തോട്ടിലും കുളത്തിലും ജലം. ജലം ഒരു ലായൻ. സാറേ ദാണ്ട ബാക്കിയുണ്ട് ജലം. ചേച്ചി, കേസ് അല്പം ശക്തമാകുന്ന തോന്നുന്നേ. കോടതിയിലോട്ട് അയക്കാന്നൊക്കെ പറയുന്ന കേട്ടു. സത്യം പറഞ്ഞ ഒരു മനസ്സമാധാനവും ഇല്ല. ഞാൻ പറയുന്നത് ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോട്ടേന്നാ. അത് ഞാൻ സമ്മതിക്കില്ല. ആദ്യം നരേട്ടനെ ഇതിന്ന് രക്ഷിക്കുക. പിന്നെ ഈ ദ്രോഹം ഞങ്ങളോട് കാണിച്ചവന് അവൻ ആരായിരുന്നാലും ശരി, എന്റെ ഭഗവാനെ അവന്റെ കൂടെ. അയ്യോ വേണ്ട നാത്തൂനെ, ശപിക്കല്ലേ. പാവം എങ്ങനെയും ജീവിച്ചു പോട്ടെ. ജീവിച്ചു പോട്ടേന്നോ? കള്ളക്കേസ് കൊടുത്തവനാ. സത്യം പറഞ്ഞ ഇങ്ങനൊരു അപകടം വന്നപ്പോ സുഗുണം പോലെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കും പോലെ എനിക്ക് തോന്നുന്നത്. സാവിത്രി ചേച്ചി മാത്രമേ ഉള്ളൂ ഒരു ബലം. അയ്യോ ധൈര്യമായിട്ടിരിക്കും ലീലാവതി. ഈ സാവിത്രി ചേച്ചി ഏറ്റു. ഇനി സ്വാധീനിക്കാൻ നമ്മളെ നേരിട്ട് പോവുകയേ വേണ്ട. പിന്നെ കുക്കുരുവിനെ അയക്കാനാ പ്ലാൻ. സ്വാധീനിക്കാൻ, SIയുടെ ഭാര്യയെ സ്വാധീനിക്കാൻ. സുഗുണേട്ടാ, അവര് SIയെ സ്വാധീനിച്ച് അന്വേഷണമൊക്കെ വന്നാ. ഇത് കണ്ട, അന്ത്യകത്താണ്, അന്ത്യകത്ത്. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ മനക്കെട്ടി പോലിരിക്കും നമ്മുടെ വിജയം. തല പോയാലും ആരോടും പറയാതിരിക്കുക, എന്നാൽ നമ്മൾ ജയിക്കും. എന്റെ ഭർത്താവിന്റെ കുറ്റം ഞാൻ പറയൂ. പക്ഷെ സുഗുണേട്ട ഒഴിഞ്ഞു നിൽക്കുന്നതില് നാത്തൂന് സംശയമുണ്ടോ എന്തോ. അതായിരിക്കും കുക്കുരുവിന് പറഞ്ഞു വിടുന്നത്. കുക്കുരു പറഞ്ഞൊക്കെ അറിയാവല്ലോ, തന്ത്രപരമായിട്ട്. അതെ, തന്ത്രം അല്പം കുറഞ്ഞാലും വേണ്ടൂല. നീ ഇതാ SIയുടെ ഭാര്യ ഏൽപ്പിക്കണം. അതിരിക്കട്ടെ, ഇതിനകത്ത് എന്താണ്? അവരെ വലയിലാക്കാനുള്ള ഒരു സാധനമാണ്. ഓ, അപ്പൊ ഇതിനകത്ത് വലയാണല്ലേ? വലയല്ല, ഏണി. ആളിനെ കാണിച്ചു തന്നല്ലോ, ഇതുകൊണ്ട് അവരെ ഏൽപ്പിക്കാം. എന്നിട്ട് ലീലാവതി ചേച്ചി പറഞ്ഞതായിട്ട് കുറച്ച് മുഖസ്തുതി കൂട്ടി അങ്ങ് പറയണം കേട്ടോ. പെണ്ണുങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന കാര്യവാ അവരുടെ മുഖത്ത് നോക്കി ഒരാളെ സുന്ദരിയാണെന്ന് പറയുന്നത്. നീയും പറയണം. ലീലാവതി ചേച്ചി പറഞ്ഞു SI സാറിന്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണെന്ന്. അതുപോലെ ലീലാവതി ചേച്ചി പറഞ്ഞു SI സാറിന്റെ ഭാര്യക്ക് നല്ല തിളക്കമുള്ള കണ്ണുകളാണെന്ന്. പിന്നെ ലീലാവതി ചേച്ചി പറഞ്ഞു SI സാറിന്റെ ഭാര്യയെ ആര് കണ്ടാലും നോക്കിയിരുന്നു പോകുന്നു കേട്ടോ. ആര് കണ്ടാലും നല്ല കണ്ണു, സുന്ദരി. ഓക്കെ, ഏറ്റു. ഈ കുക്കുരു ഏറ്റു. ഞാൻ ഏറ്റാൽ ഏറ്റതാ. സകല പ്രശ്നങ്ങളും ഇതോടെ തീരും. SIയുടെ ഭാര്യയെ സ്വാധീനിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ട് നിർത്തും. മതിയോ? അത് മതി ഇല്ലേ? മാഡം ബുദ്ധിയുള്ളവളാണ്. എന്താ? നല്ല സൗന്ദര്യമുണ്ട്. എന്താണ്? അല്ല, മാഡം ആരെയും ആകർഷിക്കും. എന്താ? അതെ, ആര് കണ്ടാലും ചേച്ചി ഒന്ന് നോക്കും. തനിക്ക് ഞാൻ ആരാന്നറിയാമോ? അറിയാം, അതുകൊണ്ടാണല്ലോ ഞാനിതൊക്കെ പറയുന്നത്. ചേച്ചിയുടെ കണ്ണുകൾ ആരെയും ആകർഷിക്കും. ഇയാളെ ശല്യപ്പെടുത്തുന്നു.